ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഞായറാഴ്ചയാണല്ലോ. നമുക്ക് രാവിലെ പൂരിയും കിഴങ്ങറിയാണ് ഇന്ന്. നമുക്ക് പൂരിക്ക് മാവ് കുഴച്ച് മാറ്റി വെക്കാം. എന്നിട്ട് കിഴങ്ങറിയുടെ കാര്യം കൂടി നോക്കാം. കിഴങ്ങറിക്ക് ഞാനെല്ലാം അരിഞ്ഞ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടി. നമുക്കെന്നിട്ട് മാവ് കുഴച്ച് ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ മാവ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഉപയോഗിക്കുമ്പം നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് പൂരി. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്കിനി ഉച്ചത്തേക്ക് ഇന്ന് മത്തി മീനാണ് കിട്ടുന്നത്. മത്തി മീനാണ് ഇന്ന് കിട്ടിയത്. അത് നമുക്കൊന്ന് കറി വെക്കണം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു കോവൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് കോവയ്ക്ക പറിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒന്ന് തോരനൂടി വെക്കണം. പിന്നെ നമുക്ക് മീൻ കുറച്ചെടുത്തിട്ട് വറുക്കണം. അത് വറുത്ത് എടുക്കണം. നമുക്ക് നേരെ ഇനിയിപ്പം മാവ് ഇപ്പം ഞാൻ കുഴയ്ക്കുകയാണ്. അത് കുഴച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഒന്ന് കുഴച്ചിട്ട് അത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൂടി നോക്കാം. എനിക്ക് കൈ വയ്യാത്തത് കാരണം പെട്ടെന്ന് ജോലി ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കൈക്ക് ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ ഇടത് വിരലിൻ്റെ താഴെയായിട്ടൊരു ട്രിഗർ തമ്പ് എന്ന് പറയുന്നൊരു അസുഖമായിരുന്നു. അങ്ങനെ അത് സർജറി ചെയ്തതിന് ആ എല്ലിൻ്റെ മണ്ടയിലൊരു പാട വളരുന്ന രീതിയിലായിരുന്നു. അതങ്ങനെ നല്ല വേദനയായിരുന്നു. അങ്ങനെ അത് സർജറി ചെയ്തു. അത് ചെയ്തിപ്പോൾ 3 സ്റ്റിച്ചുണ്ട്. അങ്ങനെ ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ അത് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ കിഴങ്ങറിയുടെ കഷ്ണമെല്ലാം വെന്ത് പാകമായി. നമുക്കിനി അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കണം. അരപ്പ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കടുക് വറുത്ത് അതൊന്ന് വെക്കണം. കടുക് വറുത്ത് വെച്ചിട്ട് വേണം ഈ ബാക്കി കാര്യങ്ങളൂടി നോക്കാൻ. എനിക്കിനി ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട് ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അത് ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട്. തുണി കഴുകാൻ എനിക്ക് കൈ വയ്യാത്തത് കാരണം ഇപ്പം മച്ചാണ് കഴുകുന്നത്. മച്ച കഴുകിയിട്ടോളും. പിന്നെ എനിക്ക് വാഷിംഗ് മെഷീൻ ഇല്ല. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് കേടായിപ്പോയി. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ 2-3 പേരേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ്റെ ആവശ്യമൊന്നും വലുതായിട്ടില്ല. നമുക്ക് അല്ലാതെ കഴുകാവുന്ന തുണിയേ ഉള്ളൂ ഇപ്പം. പിന്നെ മക്കൾ വല്ലപ്പോഴേ വരത്തുള്ളൂ. അവർ വരുമ്പോഴും പിന്നെ അവരുടെ തുണികളും കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ്റെ ആവശ്യമില്ല. എനിക്ക് വാഷിംഗ് മെഷീനിൽ കഴുകുന്നതും അങ്ങനെ എനിക്കിഷ്ടമുള്ള കാര്യമില്ല. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഈ കല്ലിലൊക്കെ അലക്കി ശീലിച്ചതായതുകൊണ്ട് എനിക്കതാണ് ഇഷ്ടം. അതിനോടാണ് താല്പര്യം. പിന്നെ ഈ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരമാണ്. അവർക്കൊന്ന് മഴ സമയത്തൊക്കെ ഒന്ന് യൂണിഫോമൊക്കെ ഒന്ന് കഴുകി ഉണക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടിപ്പോൾ നമ്മുടെ കടുക് വറുക്കാനുള്ളത് ഞാനൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ. അതിലോട്ട് പിന്നെ ഞാൻ എന്ത് കടുക് വറുത്താലും അതിലോട്ട് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യാറുണ്ട്. എനിക്ക് ആ കടുക് വറുക്കുന്നതിനകത്ത് വറ്റൽമുളക് ഇടുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതൊരു കാണാനൊരു ഭംഗിയുമാണ്. എനിക്കത് ഭയങ്കര താല്പര്യമാണ്. പിന്നെ കരിവേപ്പില നമ്മുടെ വീട്ടിലുണ്ട്. നമ്മളങ്ങനെ കടയിൽ നിന്ന് അധികം കരിവേപ്പില വാങ്ങിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കരിവേപ്പില ഉണ്ട്. അങ്ങനെ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ബാക്കി പൂരി ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നല്ല പെട്ടെന്ന് ഇളകി വരും. അതിൽ പറ്റി പിടിച്ചൊന്നും ഇരിക്കത്തില്ല. നമുക്ക് എളുപ്പമാണ് അത് ചെയ്യാൻ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അത് പരത്തിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കുറേശ്ശെയായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുത്ത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. കൈ വയ്യാത്തത് കാരണം എനിക്ക് സ്പീഡിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.